ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഏത് നിമിഷവും ഒരു ഏറ്റുമുട്ടലിന് കാരണമാകുമെന്നിരിക്കെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനവും ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിന് പ്രധാന കാരണം ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി തന്നെയാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക നിയോഗിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കന്റെ മൊത്തം മൂല്യം ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികമാണ്. അതായത് ലോകത്തെ ചില രാജ്യങ്ങളുടെ മൊത്തം GDP-യെ തന്നെ ഇത് കവച്ചു വെക്കും. ഈ യുദ്ധക്കപ്പലിനെ കൊച്ചു ഡ്രോൺ കൂട്ടത്തെ വെച്ച് ഇറാൻ കടലിൽ മുക്കിയാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായാണ് അത് മാറുക. അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. 330 മീറ്ററിലധികം നീളവും ഏകദേശം 1 ലക്ഷം ടൺ ഭാരവും വഹിക്കാൻ ശേഷിയുള്ള ഇത് കടലിൽ ഒരു സ്വതന്ത്ര അമേരിക്കൻ പ്രദേശമായാണ് നിലനിൽക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ ആകെ കണക്കാക്കിയ മൂല്യം മാലദ്വീപിന്റെ മൊത്തം GDP-യേക്കാൾ കൂടുതലാണ്. ദ്വീപരാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം $7.5 ബില്യൺ. ഇത് ഈ ഒരൊറ്റ അമേരിക്കൻ കപ്പലിനേക്കാൾ വളരെ കുറവാണെന്നതും നാം അറിയണം. ഏകദേശം $6.3 ബില്യൺ GDP ഉള്ള ഫിജിയുടെ സമ്പദ് വ്യവസ്ഥയെയും ഈ വിമാനവാഹിനി കപ്പൽ മറികടക്കുന്നുണ്ട്. ഈ ഒരു കപ്പലിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ പസഫിക് രാജ്യത്തിന്റെയും വാർഷിക വരുമാനത്തേക്കാൾ എത്രയോ കൂടുതലാണ്. മറ്റൊരു രാജ്യമായ ഭൂട്ടാന്റെ GDP-യുടെ ഏതാണ്ട് 5 ഇരട്ടിയാണ് എബ്രഹാം ലിങ്കന്റെ മൂല്യം. ഇത് ഏകദേശം $3.1 ബില്യൺ കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ഹിമാലയൻ രാജ്യത്തിന്റെ 5 വർഷത്തെ സാമ്പത്തിക ഉൽപാദനത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക ഭാരം ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ വഹിക്കുന്നു എന്നത് വ്യക്തം. അമേരിക്കയുടെ കുന്തമുനിയായ ഈ ഭീമൻ കപ്പലിന്റെ നടത്തിപ്പും ചിലവേറിയതാണ്. ഇതിനൊരു ദിവസം ഏകദേശം $2.5 മില്യൺ ചിലവ് വരുന്നത്. അതായത് ഈ പൊങ്ങിക്കിടക്കുന്ന നഗരത്തെ കടലിൽ പ്രവർത്തിപ്പിക്കാൻ അമേരിക്കൻ നാവികസേന പ്രതിദിനം 21 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. 2 A4W ആണവ റിയാക്ടറുകൾ കപ്പലിന് ഊർജ്ജം പകരുന്നുണ്ട്. ഇത് ഇന്ധനം നിറയ്ക്കാതെ 20 വർഷം കപ്പൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ്. ഈ ആണവ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. ചിലവുകൾ ഇങ്ങനെ അമ്പരപ്പിക്കുന്നതാണെങ്കിലും USS എബ്രഹാം ലിങ്കനെ വിലമതിക്കാനാവാത്ത ഒരു നയതന്ത്ര ഉപകരണമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ലോകത്തെവിടെയും ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഈ കപ്പലിന്റെ കഴിവ് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നതാണ്. ഒറ്റ ലക്ഷ്യത്തിലേക്കോ ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്കോ ഇറാൻ ഒരേ സമയം ഉയർന്ന സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകളും വേഗതയേറിയ ടോർപിഡോ ബോട്ടുകളും മിസൈലുകളും കൂട്ടത്തോടെ വിക്ഷേപിച്ചാൽ അത് അമേരിക്കൻ നാവികസേനയുടെ ശക്തമായ ക്ലോസ് ഇൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ നാവിക സംഘങ്ങൾ അവരുടെ പരിശീലനത്തിന്റെ ഭൂരിഭാഗവും പാരമ്പര്യേതര യുദ്ധത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതും അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ്. ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ മുങ്ങുക, അതിലുള്ള ആയിരക്കണക്കിന് സൈനികരും ജീവനക്കാരും കൊല്ലപ്പെടുക, ആയുധങ്ങൾ നശിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാൽ ഈ സാഹചര്യം അസംഭവ്യമാണെന്ന് തോന്നുമെങ്കിലും ഒന്നും അസാധ്യമല്ലെന്നാണ് സത്യം. പോരാട്ടത്തിൽ ലഹരി കാണുന്ന ജനതയാണ് ഇറാൻ ജനത. ആ പേർഷ്യൻ കരുത്ത് വല്ലാത്തൊരു കരുത്ത് തന്നെയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രവും ഇറാനാണ്. ഏകദേശം 93 ദശലക്ഷം പേരാണ് ഇറാനിൽ ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താമെന്നത് അമേരിക്കയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത. ഇറാൻ ഭരണ നേതൃത്വത്തെ തീർക്കാൻ വരുന്നവർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.